ദേശവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 4 സായസന്ധ്യകൾ ഏറ്റവും ഭക്തിനിർഭരമായി കലാസന്ധ്യകൾ അരങ്ങേറിയ ഈ വേദിയിൽ, ഈ പുണ്യക്ഷേത്ര ഭൂമിയിൽ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് ഹരേ കൃഷ്ണ പ്രസ്ഥാനം അല്ലെങ്കിൽ ഇസ്കോൺ എന്നറിയപ്പെടുന്ന ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സംഘടന, അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ് എന്ന സംഘടനയാണ്. ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തെമ്പാടുമുള്ള ഭക്തജനങ്ങളെ ഭഗവാൻ കൃഷ്ണവുമായി ബന്ധപ്പെട്ട് ഹരിനാമ കീർത്തനത്തിൻ്റെ സന്ദേശം ലോകമെമ്പാടും അവതരിപ്പിക്കുക എന്ന വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഇസ്കോൺ എന്ന സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ 550-ലേറെ കേന്ദ്രങ്ങൾ കൂടാതെ വിവിധ സ്ഥാപനങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഇസ്കോണിൻ്റെ ഇന്നത്തെ ഈ പരിപാടി നമ്മൾ ക്ഷേത്രസന്നിധി അവതരിപ്പിക്കുന്നത് ഗുരുവായൂർ ഇസ്കോൺ പ്രസിഡന്റും തൃശ്ശൂർ ഇസ്കോൺ ഇൻചാർജുമായ ശ്രീ സ്വാമി വെങ്കടേശ്വരദാസും സംഘവുമാണ്. അദ്ദേഹത്തിന് ക്ഷേത്ര സേവാ സംരക്ഷണ സമിതിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഈ പരിപാടികൾ കഴിഞ്ഞ 4-5 ദിവസമായി ഈ പരിപാടികൾ ലോകത്തെമ്പാടുമുള്ള ഭക്തജനങ്ങളെ അറിയിപ്പിക്കുന്ന റൈറ്റ് വിഷൻ ചാനൽ, മറ്റിതിൻ്റെ സംഘാടകർ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വാമി വെങ്കടേശ്വരദാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിനാമം ജപിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ച് ചേർന്ന് ജപിക്കുക. ഹരിനാമത്തിന് അത്രയും മാഹാത്മ്യമുണ്ട്. കലിയുഗത്തിൽ വേറെ ഒരു ധർമ്മത്തിനും പ്രാധാന്യമില്ല, എല്ലാം മാലിന്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഹരിനാമത്തിന് മാത്രം അതിന് പ്രത്യേകിച്ച് സമയമോ കാലമോ ഒന്നുമില്ല, എവിടെ വേണമെങ്കിലും ജപിക്കാം. ആ മാഹാത്മ്യം കുറച്ച് കീർത്തൻ കഴിഞ്ഞിട്ട് ഞാനതിനെക്കുറിച്ച് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ഹരിനാമം ജപിക്കുക. താങ്ക് യു. ഹരേ കൃഷ്ണ. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനേ. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശകാരിണേ. നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत
Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna Krishna Hare 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 Rama 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 Hare 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 Krishna Krishna Hare 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 Rama 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 Hare 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 Krishna Krishna Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama 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 Hare Hare
Hare Hare Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram Ram Hare 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 Krishna 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 Hare 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 Ram Ram Hare 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 Krishna 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 Hare 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 Ram Ram Hare 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 Krishna 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 Hare 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 Ram Ram Hare 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 Krishna 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 Hare 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 Ram Ram Hare Hare Govinda Jaya Jaya Gopal Jaya Jaya 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 Radha Ramana Hari Govinda 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 Jaya Jaya Govinda Jaya Jaya Gopal 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 Jaya Jaya Hare Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare Hare Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna Krishna Hare 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 Ram Ram Hare 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 Krishna
Krishna Krishna Krishna Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram Ram Hare 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 Krishna 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 Hare 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 Rama 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 Hare Hare. ഇങ്ങനെ പലതരത്തിൽ അവർക്ക് മാനസികമായിട്ട് ഒരുപാട് വേദനിക്കുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും നല്ല കുടുംബം ഉണ്ടാവും, സമ്പത്തുണ്ടാവും, മക്കളുണ്ടാവും. പക്ഷെ എന്ത് നമ്മളിലില്ല? പലർക്കും ഇല്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നുള്ള കാര്യമില്ല. എല്ലാം ഉണ്ട്. വീട്ടിൽ നോക്കിയാൽ വൈകുന്നേരം ആകുമ്പോൾ ഭാര്യ ജോലിക്ക് പോയിട്ട് വരും, ഭർത്താവ് ജോലിക്ക് പോയിട്ട് വരും, മക്കൾ ട്യൂഷനെല്ലാം കഴിഞ്ഞ് വരും. ഇത് കഴിഞ്ഞ് എല്ലാവരും ഒന്നിച്ചിരിക്കുമോ എന്ന് ചോദിച്ചാൽ അവരിയ്ക്കുന്നില്ല. ഒരാൾ കിച്ചണിൽ പോവും, മറ്റൊരാൾ മൊബൈൽ എടുത്തുകൊണ്ട് പോവും, കുട്ടി വേറൊരു സൈഡ് മൊബൈൽ വെച്ചുകൊണ്ടിരിക്കും. എവിടെയും എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ എന്താ ഉള്ളത്? എൻ്റെ കയ്യിലും മൊബൈലുണ്ട്. എല്ലാവരും ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എല്ലാവരുടെയും ആരാണ്? മൊബൈലാണ്. ഭാര്യ വേണ്ട, മക്കൾ വേണ്ട, പക്ഷെ മൊബൈൽ വേണം. വഴിയിൽ ഭാര്യയെ മറന്ന് വിട്ടിട്ട് പോയാൽ തിരിച്ചു പോയി വിളിക്കാൻ പോവില്ല. പക്ഷെ മൊബൈൽ എവിടെയെങ്കിലും മറന്ന് വെച്ചിട്ട് പോയാൽ ഉടനെ ഓടിപ്പോവും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന? മൊബൈലിന്. കാരണം അവർ സ്നേഹിക്കുന്നത് അതാണ്. പണ്ട് ട്രെയിനിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ മുഖത്തോട് മുഖം നോക്കിയിട്ട് സംസാരിക്കും, എങ്ങോട്ടാണ് പോകുന്നു എന്ന് ചോദിക്കും, അല്ലേ? പക്ഷേ ഇപ്പോൾ എന്താ, ആരെങ്കിലും തിരിഞ്ഞ് നോക്കുമോ? ഒരു പത്രം വാങ്ങിച്ചാൽ അത് 4 കീറി 4 പേരും വായിച്ചുകൊണ്ടിരിക്കും പണ്ട്. പക്ഷേ ഇപ്പോൾ ആരെയും തിരിഞ്ഞ് നോക്കില്ല. എല്ലാവരും ഇങ്ങനെ മൊബൈൽ മാത്രം നോക്കും. ഫുള്ളി മൊബൈലാണ് അവരുടെ ജീവിതം, വേറെ ഒന്നുമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ അവരെന്തൊക്കെയോ മറക്കുന്നുണ്ട്. അവർ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട്, സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് വച്ചിരിക്കുന്ന മാർഗമാണിത്. മണിക്കൂറുകളോളം അവരുടെ സമയം അങ്ങനെ ഇല്ലാതായി. എന്തെങ്കിലും റീൽസെല്ലാം കണ്ടിട്ട്, ഫേസ്ബുക്ക്, വാട്സപ്പൊക്കെ കണ്ടിട്ട് അവരുടെ സമാധാനം. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട്, ഇതെല്ലാം നോക്കിയിട്ട് അവർക്ക് സമാധാനം കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ അതും കിട്ടില്ല. ഇപ്പോൾ തലവേദനയും കൂടെ ആയി. കണ്ണ് വേദനയ്ക്ക് രാത്രി 1 മണിക്ക് 2 മണിക്കാണ് ആൾക്കാർ ഉറങ്ങുന്നത്. അതാണ് അവസ്ഥ. അപ്പോൾ യഥാർത്ഥത്തിൽ ജീവിത ലക്ഷ്യം എന്താണ്? ജീവിതം എന്തിനുള്ളതാണ്? നമ്മൾ ഭൗതിക ലോകത്തിന് എന്തിനാണ് ജനിച്ചിരിക്കുന്നത്? നമുക്ക് എന്തുകൊണ്ട് പ്രയാസങ്ങൾ വരുന്നു ജീവിതത്തിൽ? ഇതൊന്നും പലപ്പോഴും ചിന്തിക്കാറുണ്ടെങ്കിലും അതിൻ്റെ മാർഗം നമ്മൾ അന്വേഷിക്കാറേയില്ല. കാരണം ഭൗതിക ലോകത്തിനെ പറയുന്നത് ദുഃഖാലയം എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു വീടുണ്ടാക്കിയാൽ വീട്ടിന് എന്ത് പേരിടും? ദുഃഖാലയം എന്ന് പേര് ഇടില്ല. പക്ഷെ ഭഗവാൻ ഈ ലോകത്തിന് എന്താ പേരിട്ടത്? ദുഃഖാലയം. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ദുഃഖങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തന്വേഷിക്കുന്നു? സുഖം അന്വേഷിക്കുന്നു. കിട്ടുമോ? എന്തൊക്കെ കിട്ടിയിരുന്നാലും അതിൻ്റെയോടൊപ്പം നമുക്ക് എന്തുണ്ട്? ദുഃഖമുണ്ട്. അതിന് കാരണം പറയുന്നുണ്ട്. ആ ദുഃഖം ഉണ്ടാകാനുള്ള കാരണം പറയുന്നുണ്ട്. ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖദോഷാനു ദർശനം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭൗതിക ലോകം എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ജന്മം, എല്ലാവരും ജനിക്കുന്നുണ്ട്, ജന്മമുണ്ട് ഇവിടെ. മൃത്യു, മരണമുണ്ട്. ജന്മമൃത്യു, ജര, വയസ്സാ, വ്യാധി, അസുഖമുണ്ടാകും. അപ്പോൾ ഇതെങ്ങനെ ദുഃഖമാകും? ജനിക്കുന്നത് ദുഃഖമാണോ? ഏതെങ്കിലും കുട്ടി ജനിച്ചാൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് കരയുമോ?
കരയില്ല. എല്ലാവരും എന്ത് ചെയ്യും? ചോക്ലേറ്റ് കൊടുക്കും. അപ്പുറത്തെ വീട്ടിൽ കുട്ടി ജനിച്ചു, ഭയങ്കര സന്തോഷമായിട്ട് പറയും. പക്ഷേ 2 പേര് കരയും. ആര് കരയും? അമ്മയും കരയും, കുഞ്ഞും കരയും. ഏതെങ്കിലും കുഞ്ഞ് ചിരിച്ചിട്ട് ജനിച്ചതായിട്ട് അറിയുമോ? ഇല്ല. എല്ലാ കുട്ടികളും വേദനിച്ചിട്ടാണ് ജനിക്കുന്നത്. അതേപോലെ ഏതെങ്കിലും അമ്മ ചിരിച്ചിട്ട് പ്രസവിച്ചതായിട്ട് അറിയുമോ? ഇല്ല. അവർ മരണം ഇങ്ങനെ അടുത്ത് വന്നിട്ട് പോകും. അങ്ങനെ ഒരു വേദന അനുഭവിക്കും. അപ്പോൾ ഇതാണ് ഭൗതിക ലോകം. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഈ ജനനം നമ്മൾ സന്തോഷിക്കുമെങ്കിലും ഭൂമിയിൽ വന്ന് ജനിച്ചപ്പോൾ ആ ജീവാത്മാവ് വിഷമിച്ചു, ദുഃഖിച്ചു, വേദനിച്ചു. അപ്പോൾ ജന്മം അതൊരു വിഷമമാണ്. ജന്മം. മൃത്യു അത് നമുക്കറിയാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളെ വിട്ട് പോയാൽ നമുക്ക് തീർച്ചയായും എന്ത് തന്നെയാണ്? അത് വിഷമം തന്നെയാണ്. ജന്മമൃത്യു. ജര, വയസ്സായാൽ ആരെങ്കിലും സന്തോഷിക്കുമോ? വയസ്സായാൽ പിന്നെ ഇരിക്കാൻ പറ്റില്ല, പിന്നെ കാല് നീട്ടിയിരിക്കണം, ഈ ചെയർ ശരിയില്ല എന്നൊക്കെ നമ്മൾ ആലോചിക്കും അല്ലേ? കാരണം നമുക്ക് ചെറുപ്പമായിട്ടിരുന്നാൽ കളിച്ച് നടക്കാം. ഇപ്പം അതൊന്നും നടക്കുന്നില്ല. നമ്മുടെ യൗവനമൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ ജര എന്ന് പറയുന്നത് പ്രശ്നമാണ്. വ്യാധി. ആരെങ്കിലും പറയുമോ എനിക്ക് ക്യാൻസറിൻ്റെ അസുഖം വന്നു, ഇതാ ചോക്ലേറ്റ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും വീട്ടിൽ പോയി കൊടുക്കുമോ? കൊടുക്കില്ല. എന്തുകൊണ്ട്? സുഖമല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ ഭൗതിക ലോകത്തിൽ ഈ 4 വിഷയങ്ങളുണ്ടാകും: ജന്മമൃത്യു, ജരാവ്യാധി, ദുഃഖദോഷാനുദർശനം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്? ദുഃഖമുണ്ട്. ഇതിനെ ആർക്കെങ്കിലും മാറ്റിത്തരാൻ സാധിക്കുമോ? ഒരു സയൻറ്റിസ്റ്റ് വന്നിട്ട് ഒരു മരുന്ന് കണ്ടുപിടിച്ച് ഇനി മുതൽ ജനനമില്ല, ഇനി മുതൽ മരണമില്ല, അങ്ങനെ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇനി കണ്ടുപിടിക്കുമോ? കണ്ടും പിടിക്കില്ല. പക്ഷെ പറയുന്നുണ്ട് മരണമില്ലാത്ത അവസ്ഥ, അസുഖമില്ലാത്ത അവസ്ഥ. എന്തുണ്ടാക്കിയാലും അടുത്ത വൈറസ് ഇറങ്ങി ചൈനയിൽ. അത് എപ്പോൾ വരുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അസുഖങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ ഭൗതിക ലോകത്തിൽ സുഖമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ സുഖമായിട്ട് ജീവിക്കും? എങ്ങനെ സന്തോഷം കിട്ടും എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട്, ആ സമാധാനം കിട്ടണമെങ്കിൽ ഭഗവാന്റെ നാമത്തിൽ മാത്രമേ നമുക്ക് കിട്ടൂ. കൃഷ്ണനാമത്തിൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ കീർത്തനം തുടങ്ങിയപ്പോൾ എത്ര പേർക്ക് സന്തോഷം കിട്ടിയില്ല? കിട്ടാത്തവർ മാത്രം കൈവക്കാം. ശരി, എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു കീർത്തനം? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കീർത്തനം അല്ലേ? കുറച്ച് നേരം നമ്മളെ വീട്ടിലെ കാര്യം മറന്നു, എല്ലാ കാര്യവും മറന്നിട്ട് നമ്മളറിയാതെ നമ്മൾ ഹരിനാമം ജപിച്ചു. അപ്പോൾ ഹരിനാമത്തിന് അത്രയും പവറുണ്ട്. കാരണം നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന മാലിന്യമെല്ലാം ഇല്ലാതായിപ്പോൾ. ശൃണ്വതാം സ്വഹതകൃഷ്ണ പുണ്യശ്രവണ കീർത്തനം ഹൃദയന്തസ്തോഹി അഭദ്രാണി വിധിനോദി സുതിർസതാം. ശൃണ്വതാം ഭഗവാന്റെ നാമം, ഭഗവാന്റെ കഥകൾ. ശൃണ്വതാം സ്വകഥ, കൃഷ്ണ കൃഷ്ണ അങ്ങയുടെ സ്വന്തം കഥ, അങ്ങയുടെ തിരുനാമം ജപിച്ചാൽ പുണ്യശ്രവണ കീർത്തനമാണ്. അത് കേൾക്കുന്നത് തന്നെ പുണ്യമാണ്. ഹൃദയന്തസ്തോഹി അഭദ്രാണി, ഹൃദയത്തിലുള്ള എല്ലാ അഭദ്രാണികളും ഇല്ലാതായി. എല്ലാ മാലിന്യങ്ങളും എന്ത് ചെയ്യും? ഹൃദയത്തിലിരുന്ന് അത് ഇല്ലാതായി പോകും എന്ന് പറയാണ്. അപ്പോൾ ആ നാമം കേൾക്കണോ വേണ്ടയോ? കേൾക്കണം. ആ നാമം മാത്രമേ ഉള്ളൂ. അപ്പോൾ പറയുന്നുണ്ട്, ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലൗ നാസ്തേവ നാസ്തേവ ഗതിരണ്യത. കലിയുഗത്തിൽ വേറെ ഒന്നും ചെയ്യണ്ട. എന്ത് ചെയ്താൽ മതി? ഹരേർ നാമ, ഹരിയുടെ നാമം, ഹരേർ നാമ ഹരേർ നാമ. എന്തിനാ 3 പ്രാവശ്യം പറഞ്ഞുകൂടാ? ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം. എന്താ പറഞ്ഞു? കേവലം. നിങ്ങളൊന്നും ചെയ്യണ്ട, വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, സമാധാനം കിട്ടാം. കേവലം ഹരിനാമം മാത്രം ജപിച്ചാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ ഈ ഫെസിലിറ്റീസ് വേറെ ഒരു യുഗത്തിലും ഇല്ല. സത്യയുഗത്തിൽ പ്രഹ്ലാദ മഹാരാജിൻ്റെ കാലഘട്ടത്തിൽ എന്ത് നാമം ജപിച്ചിരുന്നു? ഓം നമോ നാരായണായ എന്ന് പറഞ്ഞു. ദുർവ മഹാരാജ് ഓം ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രമെല്ലാം ജപിച്ചിരുന്നു. പക്ഷെ കലിയുഗത്തിൽ ഈ മന്ത്രത്തിനൊന്നും പ്രസക്തിയില്ല. കലിയുഗത്തിൽ ഏത് മന്ത്രത്തിനാണ് പ്രസക്തി? ഹരിനാമത്തിൽ. കാരണം ആ മന്ത്രത്തിൽ ഹരേ ഉണ്ട്, കൃഷ്ണ ഉണ്ട്, രാമ ഉണ്ട്. കൃഷ്ണ എന്ന് പറഞ്ഞാൽ എല്ലാത്തെയും ആകർഷിക്കുന്നവൻ എന്നാണ്. ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ ഭഗവാനുമായിട്ട് നമുക്കൊരു അടുപ്പം ഉണ്ടാകും. രാമ എന്ന് പറയുമ്പോൾ എല്ലാം സന്തോഷം പ്രദാനം ചെയ്യുന്നു. രാമനാമം ജപിച്ചാൽ ഇമ്മീഡിയറ്റായിട്ട് എന്ത് കിട്ടും? സന്തോഷം കിട്ടും.
അപ്പോൾ ഈ ഹരേ എന്താണ് എന്ന് ചോദിച്ചാൽ ഭഗവാന്റെ ശക്തി. നമുക്ക് ഒരു നാമം ജപിക്കണമെങ്കിൽ പോലും ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ നമുക്ക് ജപിക്കാൻ സാധിക്കില്ല. തീർച്ചയായും എന്ത് വേണം? നാമം ജപിക്കണമെങ്കിൽ ഒരു തപസ് ചെയ്യണമെങ്കിൽ ഹിരണ്യകശിപു ഗുരുവിൻ്റെ പോയി തപസ് അസുരനാണ്, പക്ഷെ തപസ് ചെയ്തു. എത്ര വർഷം? 10,000 വർഷം തപസ് ചെയ്തു. അപ്പോൾ 10,000 വർഷം തപസ് ചെയ്യണമെങ്കിൽ സാധിക്കുമോ? എത്ര വർഷം വരെ ജീവിച്ചിരിക്കും നമ്മൾ? 100 വർഷം. അപ്പോൾ ഹിരണ്യകശിപു ഇങ്ങനെ 10,000 വർഷം തപസ് ചെയ്തു? കാരണം ഹിരണ്യകശിപു സത്യയുഗത്തിലാണ്. ആ യുഗത്തിൽ 1,00,000 വർഷം ജീവിച്ചിരിക്കും. അതിൽ കുറച്ച് സമയം മാത്രം ഹിരണ്യകശിപു എന്ത് ചെയ്തു? തപസ്സിന് പോയി. ഹിരണ്യകശിപു ദേവനല്ല, മനുഷ്യനല്ല, അസുരനാണ്. അസുരൻ പോലും സത്യയുഗത്തിൽ തപസ് ചെയ്തു. അപ്പോൾ കലിയുഗത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്നാൽ കലിയുഗത്തിൽ തപസ് ചെയ്യാനുള്ള ശക്തിയുമില്ല, സമാധാനവുമില്ല. 10 മിനിറ്റിന് കൂടുതൽ ഞാൻ സംസാരിച്ചാൽ നിങ്ങൾ എണീറ്റ് പൊക്കളായി. ആ സമാധാനമില്ല അല്ലേ? അപ്പോൾ കലിയുഗത്തിൽ അത്രയും ടോളറൻസ്, സഹിഷ്ണുത ഇല്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് സത്യയുഗത്തിലെ പോലെ നമ്മളെ തപസ് ചെയ്യാൻ പറഞ്ഞില്ല കലിയുഗത്തിൽ. ത്രേതായുഗത്തിലെ രാമചന്ദ്രമൂർത്തിയുടെ കാലഘട്ടത്തിൽ പോലെ യജ്ഞങ്ങൾ ചെയ്യാൻ പറഞ്ഞില്ല. രാമായണം വായിച്ചാൽ മുഴുവനും യജ്ഞം ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. വാൽമീകി വിളിച്ചുകൊണ്ട് പോയി അല്ലേ? വശിഷ്ഠമുനി യജ്ഞം ചെയ്തു, രാമചന്ദ്രമൂർത്തി യജ്ഞം ചെയ്തു. ഇതെല്ലാം നമുക്ക് കാണാം. ആ യുഗധർമ്മം എന്ന് പറഞ്ഞാൽ യജ്ഞത്തിൽ കൂടെ സമാധാനം കിട്ടും, ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. അടുത്ത യുഗം എന്ന് പറഞ്ഞാൽ ദ്വാപരയുഗം, കൃഷ്ണൻ്റെ കാലഘട്ടം. ആ കൃഷ്ണൻ്റെ കാലഘട്ടത്താൽ വിഗ്രഹാരാധന വരുന്നത്. അതിൻ്റെ മുമ്പിൽ 2 യുഗത്തിലും വിഗ്രഹം വെച്ച് ആരും ആരാധിച്ചില്ല. കൃഷ്ണൻ്റെ ദ്വാപരയുഗത്തിലാണ് വിഗ്രഹാരാധന വരുന്നത്. കലിയുഗത്തിൽ വിഗ്രഹാരാധനയ്ക്കും പ്രസക്തിയില്ല. കാരണം ആർക്കും മന്ത്രമറിയില്ല, തന്ത്രമറിയില്ല, ഒന്നും അറിയില്ല. അവരെല്ലാം പേരിന് മാത്രം ചെയ്യുന്നു. നല്ല ദ്രവ്യങ്ങൾ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതും കിട്ടില്ല. നെയ്യ് മേടിച്ചാൽ എന്ത് കാണും? തിരുപ്പതിയിൽ ലഡ്ഡു വരെ പറ്റിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ കേൾക്കണ്ട അല്ലേ? അത്രയും സ്ട്രിക്റ്റായിട്ട് നോക്കുന്ന അമ്പലത്തിൽ പോലും. അപ്പോൾ ഇതാണ് കലിയുഗത്തിൻ്റെ അവസ്ഥ. ഈ കലിയുഗത്തിൽ ഹരിനാമം വലിയ ഒരു വരപ്രസാദമാണ് അല്ലേ? കലിയുഗത്തിൽ എന്താണ് നമുക്ക് വരപ്രസാദം? ഇതുപോലെ തപസ്സോ യജ്ഞമോ ഒന്നും നമ്മൾ ചെയ്യണ്ട. കലിയുഗത്തിൽ ഹരിനാമം മാത്രം ചെയ്താൽ മതി എന്നാണ്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ പറയാണ്, കലേർദോഷ നിധേരാജൻ അസ്തിഹി ഏകോ മഹാൻ ഗുണ കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്തസംഗ പരം ഋചേന്നുള്ളത്. കലേർദോഷ, കലിയുഗത്തിൽ എന്ത് മാത്രമേ ഉള്ളൂ? ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ, നല്ലതൊന്നും കാണില്ല. നമ്മുടെ അടുത്തിരിക്കുന്നവൻ്റെ ഒരു 100 ദോഷങ്ങൾ കണ്ടുപിടിക്കും, ഒരു നല്ലത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? നല്ലത് പറയാൻ വരില്ല വായിക്കാത്ത. അതാണ് നമ്മുടെ സ്വഭാവം. അപ്പോൾ കലേർ ദോഷ നിധേരാജൻ. അപ്പോൾ രാജാവ് പരീക്ഷിത് മഹാരാജിൻ്റെ അടുത്ത് പറയാണ്, അസ്തിഹി ഏകോ മഹാൻ ഗുണ, ഒരു മഹത്തായ ഗുണമുണ്ട് എന്ന് പറയാണ് കലിയുഗത്തിൽ. എന്താണ്? കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്തസംഗ പരം ഋചേ. ഭഗവാന്റെ നാമകീർത്തനമാണ് പരമമായ വിജയത്തിന് ഉള്ള മാർഗം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? സത്യയുഗത്തിൽ തപസ് ചെയ്താൽ എന്താണോ ബെനിഫിറ്റ് കിട്ടുമോ, ത്രേതായുഗത്തിൽ യജ്ഞം ചെയ്താൽ എന്ത് ബെനിഫിറ്റ് കിട്ടുമോ, അതേപോലെ ദ്വാപരയുഗത്തിൽ വിഗ്രഹാരാധനയിൽ കിട്ടുന്ന അതേ ബെനിഫിറ്റ് നമുക്ക് കലിയുഗത്തിൽ ഹരിനാമത്തിൽ കിട്ടും. സിമ്പിളാണ്, ഈസിയാണ്. വീട്ടിലിരുന്നു കൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നാരദമുനി വൈഷ്ണവനാണ്. വൈഷ്ണവൻ എന്ന് പറഞ്ഞാൽ പരദുഃഖ ദുഃഖി, മറ്റുള്ളവൻ്റെ ദുഃഖം കണ്ട് ദുഃഖിക്കുന്ന വ്യക്തിയാണ് വൈഷ്ണവർ, വിഷ്ണു ഭക്തന്മാർ. നമ്മളെല്ലാം നേരെ തിരിച്ചാണ്, പരദുഃഖ സുഖിയാണ്. മറ്റുള്ളവൻ്റെ ദുഃഖം കണ്ട ഒരു സമാധാനം, എന്നെക്കാളും അവൻ കഷ്ടപ്പെടുന്നു. പക്ഷേ നാരദമുനി തിരിച്ചാണ്. ആരെങ്കിലും വിഷമിച്ചാൽ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാകും. ഭഗവാനെ ഇവർക്ക് നല്ല ഗതി കൊടുത്തൂടെ, സദ്ഗതി കൊടുത്തൂടെ എന്ന് ഭഗവാന്റെ അടുത്ത് പോകും. അപ്പോൾ നാരദമുനി എന്ത് ചെയ്തു? കലിയുഗത്തിൽ നാരദമുനി നോക്കുമ്പോൾ എല്ലാവരും കഷ്ടപ്പെടുന്നു. എന്തൊക്കെയോ കയ്യിലുണ്ട്, നമുക്ക് വീടുണ്ട്, പൈസയുണ്ട്, മക്കളുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്തില്ല? അതില്ല. എത്ര പേർക്ക് ഉണ്ട് സമാധാനം? എത്ര പേര് കൈപൊക്കിയില്ലെങ്കിൽ ഇല്ല എന്നാണ് അർത്ഥം. എത്ര പേർക്ക് ഇല്ല?
അപ്പോൾ രണ്ടുമില്ല. ഓക്കെ, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ശരിക്കും എല്ലാവർക്കും സമാധാനമില്ല. അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം. എന്തുകൊണ്ട്? സമാധാനം പുറമേ ചിരിച്ചിരുന്നാലും ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളാണ്. ചിലപ്പോൾ നമ്മൾ 4 ദിവസം ചിരിക്കും, 3 ദിവസം കരയും. ചിലപ്പോൾ തിരിച്ചായിരിക്കും, 3 ദിവസം ചിരിക്കും, 4 ദിവസം കരയും. ഇതാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും എന്തില്ല, കലിയുഗത്തിൽ പ്രശ്നങ്ങളാണ്. അപ്പോൾ നാരദമുനി ബ്രഹ്മാവിൻ്റെ അടുത്ത് ചോദിക്കും, ഇത്രയും കഷ്ടപ്പെടുന്ന ഈ ജനങ്ങൾക്ക് എന്താണ് ഒരു നല്ല മാർഗം? അവർക്ക് സമാധാനവും സന്തോഷവും ഭഗവാന്റെ അനുഗ്രഹവും കിട്ടാൻ എന്ത് മാർഗം എന്ന് ചോദിക്കുമ്പോൾ ബ്രഹ്മാവ് പറയും, ഇതി ഷോഡസക നാം കലി കൽമശനാശനം നത്തഹു പരതരൂപാസതേ സർവവേദേഷു ദൃശ്യത്തെ. ഇതി ഷോഡസക മന്ത്രം, ഈ 16 വാക്കുള്ള മന്ത്രം കലി കൽമശനാശനം, കലിയുഗത്തിലെ എല്ലാ കൽമശങ്ങളും ഇല്ലാതെയാക്കുന്നു. നത്തഹ് പരതരൂപാസതേ സർവവേദേഷു ദൃശ്യതേ, ഞാൻ എല്ലാ വേദങ്ങളും ദൃശ്യതേ നോക്കി എന്നാണ് പറയുന്നത്. എല്ലാ വേദങ്ങളും നോക്കി, ഇതല്ലാതെ ഒരു മാർഗമേ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ കലിയുഗത്തിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഭഗവാന്റെ അനുഗ്രഹവും കിട്ടാനായിട്ട് അമ്പലത്തിൽ ഇറങ്ങി നടക്കണമെന്നില്ല, തപസ് ചെയ്യണം, യോഗ പഠിക്കണമെന്നില്ല, ഇതൊന്നും ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രം ചെയ്താൽ മതി. ഇത് ജപിക്കാൻ എത്ര സമയമെടുക്കും? 108 പ്രാവശ്യം ജപിക്കാം. 1 മണിക്കൂർ എടുക്കുമോ? വെറും 10 മിനിറ്റേ ആകത്തുള്ളൂ. എത്ര മിനിറ്റ് ആകത്തുള്ളൂ? 10 മിനിറ്റ്. 10 മിനിറ്റ് പോലും ആവില്ല. കറക്റ്റായിട്ട് ജപിച്ചാൽ 8 മിനിറ്റ് മാത്രമേ ആകത്തുള്ളൂ. ഈ 8 മിനിറ്റ് ഒരു വീട്ടിൽ ഡെയിലി ചെയ്താൽ ആ വീട്ടിൽ യജ്ഞം നടക്കുകയാണ്. ആ വീട്ടിൽ എല്ലാ ഐശ്വര്യമുണ്ട്. എല്ലാവരും ഒന്നിച്ചിരുന്ന് ജപിച്ചാൽ, സങ്കീർത്തനം ഒന്നിച്ചിരുന്ന് നാമം ജപിച്ചാൽ ആ വീട്ടിൽ എല്ലാ മംഗളവും ഉണ്ടാവും, സംശയമേ ഇല്ല. പക്ഷേ അത് ചെയ്ത് നോക്കിയാൽ മതി. 10 ദിവസം ഡോക്ടർ മരുന്ന് തരും, 10 ദിവസം കഴിച്ചു നോക്ക് എന്നിട്ടൊന്ന് പറയുമെന്ന് പറയും. അതുപോലെ ഞാനും ഗ്യാരണ്ടി പറയാം, 10 ദിവസം ഈ ഹരിനാമം വീട്ടിൽ ജപിച്ച് നോക്കൂ. ലോട്ടറി അടിക്കുമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയില്ല. പക്ഷെ എന്താണ് ഗ്യാരണ്ടി പറയാൻ? സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. ഹൃദയത്തിലിരുന്ന് എന്ത് കിട്ടും? നമുക്ക് സന്തോഷം കിട്ടും എന്നുള്ളത് സത്യമാണ്. ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം സ്വാമി ഭക്തിവേദാന്ത സ്വാമി ചൈതന്യ മഹാപ്രഭു ഭഗവാനായിട്ട് അവതരിച്ചപ്പോൾ ഈ മന്ത്രത്തിനെ ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് കൊണ്ടുവന്നു. ആ മന്ത്രം ലോകം മുഴുവനും പ്രചരിപ്പിക്കുമെന്ന് 500 വർഷങ്ങൾക്ക് മുമ്പ് ആചാര്യൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഭക്തിവേദാന്ത സ്വാമി വന്നിട്ട് ലോകം മുഴുവനും അത് വിതരണം ചെയ്തു. ഇന്ന് നമ്മൾ എത്ര പേർക്ക് അറിയുമെന്നറിയില്ല, നീഗ്രോ എല്ലാം മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കും. കെന്യയിൽ പോയാൽ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ പോയാൽ അവരെല്ലാം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നു. ജാപ്പനീസ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നു. ഓസ്ട്രേലിയയിലുള്ളവർ ഹരേ കൃഷ്ണ മഹാമന്ത്രം അമേരിക്കയിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നു. കാരണം ഇത് പരമസത്യമാണ്. കലിയുഗത്തിൽ ഈ ധർമ്മം ലോകം മുഴുവനും വ്യാപിച്ചു. പക്ഷേ എന്താണ്? ഫോർച്ചുനേറ്റ് അല്ലാത്ത, അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ആൾക്കാർ ജപിക്കുന്നില്ല. നമ്മളെല്ലാം ആ ധർമ്മം അങ്ങ് മാറ്റിവെച്ചു. പക്ഷെ അത് മാറ്റിവെച്ചാൽ നമ്മുടെ ജീവിതം വട്ടപൂജ്യമാണ്. പക്ഷെ അതിനെ മാത്രം കൂടെ ചേർത്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരു 1 കൂടെ ഒരു സംഖ്യയെങ്കിലും ഉണ്ടാകും. അപ്പോൾ ഈ വട്ടപൂജ്യത്തിൻ്റെ കൂടെ ഒരു 1 ഉണ്ടെങ്കിൽ എന്താണ്? ഇപ്പോൾ 10ൻ്റെ വാല്യൂ ഉണ്ടാവും. അതുപോലെ തീർച്ചയായും എല്ലാവരും ഹരിനാമം ജപിക്കണം. അപ്പോൾ ഇപ്പം നമുക്ക് ഹരിനാമം ജപിക്കാം. ജപിക്കുമ്പോൾ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. വെറുതെ കൈയും കെട്ടി നാമം ജപിക്കരുത്. ജപിക്കുമ്പോൾ എന്ത് ചെയ്യണം? കൈ കൊട്ടിയിട്ട് ജപിക്കണം. പത്മപുരാണത്തിൽ പറയുന്നുണ്ട്, കുട്ടി ഗർഭത്തിനകത്ത് ഇരിക്കുമ്പോൾ ഇങ്ങനെ ചുരുണ്ടാണ് കിടക്കുന്നത്, അല്ലേ? ചുരുണ്ടല്ലേ കിടക്കുന്നത്? നീണ്ടു കിടക്കുമോ? ഇല്ല, ചുരുണ്ടാ കിടക്കുന്നത്. അപ്പോൾ ഈ ചുരുണ്ട് കിടക്കുമ്പോൾ ഇതിൻ്റെ കൈ ഇങ്ങനെ തലയ്ക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ തലയിൽ ബ്രഹ്മാവ് വരച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. തലവര എന്ന് പറയും. അതിനെ ഓരോ കുട്ടികൾക്കും എഴുതിയിട്ടുണ്ട്. ഒന്ന് ഭൂമിയിൽ ഒന്ന് ജനിക്കും. പക്ഷേ ഈ കുട്ടി ചുരുണ്ട് കൈ ഇവിടെ വെച്ചതുകൊണ്ട് കയ്യിൽ തലവരയെല്ലാം വന്നു. തലയിലെ വരയെല്ലാം ഇപ്പോൾ ഏത് നോക്കി പറയാം? ശരിക്കും ഒരു കൈ നോക്കുന്ന വ്യക്തി, രേഖ നോക്കുന്ന വ്യക്തിക്ക് കൃത്യമായിട്ട് പറയാൻ നമ്മുടെ ജീവിതത്തിൽ എന്ത് നടന്നു, എന്ത് നടന്നുകൊണ്ടിരിക്കുന്നു, എന്ത് നടക്കും എന്നുള്ളത് പറയാൻ സാധിക്കും. ഈ ലൈൻ എന്നും അതുപോലെ ഉണ്ടാവില്ല. ജനിച്ചത് മുതൽ അവസാനം വരെ സെയിം ലൈനായിരിക്കില്ല, മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ കർമ്മം അനുസരിച്ച് ഇതിൽ മാറ്റമുണ്ടാകും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് സത്യമാണ്. അപ്പോൾ ഇതിൽ നല്ല രേഖകളുമുണ്ട്, ചീത്തയുമുണ്ട്. അപ്പോൾ നല്ലത് നമുക്ക് ആവശ്യം, ചീത്ത വേണോ? കൊള്ളാത്ത രേഖകൾ നമുക്ക് വേണ്ട. അപ്പോൾ അതിനെ കളയണം. എങ്ങനെ കളയും?
അപ്പോൾ അത് പറയുന്നുണ്ട്, ഭഗവാന്റെ തിരുനാമം ജപിക്കുമ്പോൾ എല്ലാം മറന്നിട്ട് ഒരാൾ കൈകൊട്ടി ജപിച്ചാൽ പാവപ്പക്ഷികൾ അത് പറന്നു പോകുമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഇങ്ങനെ കൈ കെട്ടുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭജന എന്ന് പറഞ്ഞാൽ എല്ലാവരും ആടും, പെണ്ണും ആണ് എല്ലാം റോഡിൽ കിടന്ന് ഭഗവാന്റെ ഫ്രണ്ടിൽ ഒരു നാണവും ഇല്ലാതെ ആടും. പക്ഷെ നമ്മളെ നാട്ടിൽ ഇൻകിലാബ് സിന്ദാബാദിന് നാണമില്ലാതെ റോഡിൽ വിളിക്കും. പക്ഷെ എന്ത് പറയില്ല, നാമം ജപിക്കാൻ പറഞ്ഞ വലിയ വിഷമമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് മാറ്റി വച്ചിട്ട് ഭഗവാൻ നമ്മുടെ യജമാനനാണ്, നമ്മളെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ്, നമുക്ക് അനുഗ്രഹം തരുന്ന വ്യക്തിയാണ്. ഒരു നാണവുമില്ലാതെ ഭഗവാന്റെ നാമം ഉറക്കെ ജപിക്കണം കൈകൊട്ടിക്കൊണ്ട്. സോ ഇപ്പം നമുക്ക് കീർത്തനം ചെയ്യാം. അപ്പോൾ എല്ലാവരും എല്ലാം മറന്നിട്ട് കുറച്ച് നേരം ഹരിനാമ കീർത്തനം ജപിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാവരും ഒരുമിച്ച് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ
Krishna 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 Hare 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 Ram, Ram Hare Hare. Hare Krishna 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 Hare Hare. Hare Ram, Ram Hare Hare. Hare Krishna 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 Hare Hare. Hare Ram, Ram Hare Hare. Hare Krishna 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 Hare Hare. Hare Rama, Rama Rama Hare Hare. Hare Krishna 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 Hare Hare. Hare Rama, Rama Hare Hare. Jaya Prabhupada, Prabhupada, Srila Prabhupada. Jaya Prabhupada, Jaya Prabhupada, Prabhupada, Jaya Prabhupada. Nitya Gaura Hari Bol, Hari Bol, Hari Bol, Nitya Gaura Hari Bol. Nitai Gaura Hari Bol, Hari Bol, Hari Bol, Hari Bol. ഹരിനാമത്തിനെ കുറിച്ച് കേട്ടു. ഇനിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടെ നമുക്ക് ആവശ്യമുണ്ട്. എത്ര പേർക്ക് ശ്രീമദ് ഭഗവത്ഗീത അറിയാം? എത്ര പേരുടെ കയ്യിലുണ്ട്? എത്ര പേര് വായിക്കാറുണ്ട്? കുറച്ച് പേരേ ഉള്ളൂ, വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. നമ്മളൊരു ചർച്ചിൽ പോയിട്ട് ചോദിച്ചാൽ മതി എത്ര പേരുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും 2 കൈ വെക്കും. എത്ര പേര് പഠിക്കാറുണ്ടെന്ന് വെച്ചാൽ കുട്ടികൾ വരെ കൈ വെക്കും, അല്ലേ? പക്ഷേ നമ്മൾ ആ ഗ്രന്ഥത്തിനെക്കുറിച്ച് കേട്ടിട്ടില്ല, കേൾക്കാൻ ശ്രമിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ കേൾക്കാത്തത്? അതിലെന്താണ് ഉള്ളത്? കഥയാണോ തത്വങ്ങളാണോ? എന്താണുള്ളത്? അതും നമുക്കറിയില്ല. ഭഗവത്ഗീത എന്തോ പറയുന്നുണ്ട്. യുദ്ധഭൂമിയിൽ വെച്ചിട്ട് ആർക്ക് പറഞ്ഞു? കൃഷ്ണൻ അർജുനന് പറഞ്ഞു എന്നറിയാം. പക്ഷെ യഥാർത്ഥത്തിൽ ഓരോരുത്തർക്കും അത് പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഓരോരുത്തരും എന്ത് പഠിച്ചിരിക്കണം? ഭഗവത്ഗീത. ഭഗവത്ഗീത എന്ന് പറയുന്നത് ശരിക്കും ഒരു ജീവിതം നന്നായിട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കിയിരിക്കണം? ഭഗവത്ഗീതയിലെ തത്വങ്ങൾ. ഭഗവത്ഗീതയ്ക്കകത്ത് 5 വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്ന് ജീവാത്മാവ്, ഇനിയൊന്ന് പരമാത്മാവ്, ഇനിയൊന്ന് കാലം, അടുത്തത് കർമ്മം, പ്രകൃതി. ഈ 5 വിഷയങ്ങൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട 5 കാര്യങ്ങളാണ് പറയുന്നത്. ജീവാത്മാവ് എന്ന് പറയുമ്പോൾ ഒരു ഉറുമ്പും ബ്രഹ്മാവും ജീവാത്മാവ് തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളും പെടും, അസുരന്മാരും വരും, എല്ലാവരും വരും. ഈ വിഷയത്തിനെക്കുറിച്ച് ഭഗവാൻ പറയുന്നു. പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ചെറിയ ആത്മാവ്, വലിയ ആത്മാവ്, ഭഗവാനെക്കുറിച്ച് പറയുന്നുണ്ട്. കാലം, നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കും? മാക്സിമം 100 വയസ്സ്. അത് അപൂർവമാണ്. പത്രത്തിൽ വാർത്ത വരും 100 വയസ്സാണെങ്കിൽ, അല്ലേ? ഇപ്പോൾ എത്ര വയസ്സ് വരെ പോകും? 60, 50 ആൾക്കാർ തീരും. 60 മരിച്ചാൽ നമ്മൾ പറയും വയസ്സായല്ലേ എന്ന് ചോദിക്കും. അതാണ് അവസ്ഥ. ഒരു പൂർണ്ണ ആയുസ് എന്ന് പറഞ്ഞാൽ 120 വയസ്സാണ്. പക്ഷേ കലിയുഗത്തിൽ അല്പായുസാണ്. പകുതി പോലും തികയ്ക്കാതെ ആൾക്കാർ മരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാലയളവിനെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്, ഭഗവത്ഗീതയ്ക്കകത്ത് പറയുന്നുണ്ട്. കർമ്മ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും തിരിച്ച് ഒരു പ്രവൃത്തിയുണ്ട്. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, ചീത്ത ചെയ്താൽ അതിനായിട്ടുള്ള പണിഷ്മെൻറ്റ് നമുക്ക് കിട്ടും. കർമ്മ. പ്രകൃതി, ഈ പ്രപഞ്ചത്തിനെ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രകൃതിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഇത് മൂന്നിനും ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ജീവാത്മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്നു ദുഃഖിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. ഈ വിഷമം ദുഃഖമെല്ലാം മാറണമെങ്കിൽ നമ്മൾ ഭഗവാൻ പരമാത്മാവിൻ്റെയോടൊപ്പം ചേരണം. കൃഷ്ണൻ്റെയോടൊപ്പം ചേരുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. കൃഷ്ണനിൽ നിന്ന് മാറി നിന്നാൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും വരും. ഒരു കുട്ടി അച്ഛനും അമ്മയുടെയും അടുത്തിരിക്കുമ്പോൾ അത് സന്തോഷം ഉണ്ടാകും. കുട്ടി കൂട്ടം തെറ്റി എവിടെയെങ്കിലും തെറ്റിപ്പോയാൽ കുട്ടി പിന്നെ കരയും, ബഹളം വയ്ക്കും. അതിന് ഐസ്ക്രീം കൊണ്ടു കൊടുത്താൽ സമാധാനപ്പെടുമോ? ഇല്ല. അവിടെ ജയിൻറ്റ് വീലൊക്കെ ഉണ്ടാകും, അതിൽ കയറ്റിയാൽ സമാധാനപ്പെടുമോ? ഇല്ല. തിരിച്ച് എവിടെ തന്നെ വരണം? അച്ഛൻ്റെ അടുത്ത് തന്നെ വരണം. വന്നാൽ അത് സമാധാനപ്പെടും.
ആ അവസ്ഥയാണ് നമ്മുടേത്. ഇവിടെ ഐസ്ക്രീം പോലെ പൈസയുണ്ട്, കുടുംബമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ സന്തോഷമില്ല. കാരണം നമ്മൾ ആരെ പിരിഞ്ഞു? ഭഗവാനെ പിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ പരമാത്മാവിനെ മനസ്സിലാക്കുന്നതാണ് ജീവാത്മാവിൻ്റെ ജോലി. ഒന്ന്. പ്രകൃതി എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയിൽ എല്ലാ കാര്യത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് 3 ഗുണത്തിലാണ്: സത്വ, രജോ, തമോ. സത്വഗുണം എന്ന് പറയുമ്പോൾ നല്ല ഗുണം, രജോ ഗുണം എന്ന് പറയുമ്പോൾ ഭയങ്കര പാഷനേറ്റായിട്ട് എല്ലാം പട്ടാന്ന് ചെയ്യും, ചിന്തിക്കാതെ പ്രവർത്തിക്കും. തമോ ഗുണം എന്ന് പറഞ്ഞാൽ കാമക്രോധം, അങ്ങനെ ലേസിയായിട്ട് മടിയന്മാരായിട്ടിരിക്കുന്ന ഗുണം. ഈ 3 ഗുണവും നമ്മളിലുണ്ട്. രാവിലെ സത്വഗുണത്തിലായിരിക്കും, ഓഫീസിൽ പോയാൽ പിന്നെ രജോ ഗുണത്തിലായിരിക്കും, ഭയങ്കര ജോലിയെടുക്കും, രാത്രി വന്നാൽ പിന്നെ തളർന്നു കിടക്കും, തമോ ഗുണത്തിലായിരിക്കും. ഈ ഗുണം മാറി മാറി നമുക്ക് വരും. പ്രകൃതിയിൽ ഏത് വസ്തു എടുത്തിരുന്നാലും ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സൃഷ്ടിക്കുക ഭഗവാൻ. ഒരു വൃക്ഷത്തിനെ എടുത്തു കഴിഞ്ഞാൽ ഈ 3 ഗുണത്തിലും വൃക്ഷങ്ങളുണ്ട്. സാത്വിക ഗുണത്തിൽ വൃക്ഷങ്ങളുണ്ട്. എന്തൊക്കെയാണ്? പ്ലാവ്, മാവ്, തെങ്ങ്. അതിലൊക്കെ പഴം കിട്ടും, നല്ല സ്ട്രോങ് തടി ഉണ്ടാകും. അതുകൊണ്ടാണ് ഇത് സാത്വിക ഗുണത്തിലെ വൃക്ഷം. രജോ ഗുണത്തിലെ വൃക്ഷം ഉണ്ടാകും, അതിൽ പഴമൊന്നും കിട്ടില്ല, നല്ല തടി സ്ട്രോങ് ആയിരിക്കും. ഈട്ടി, എന്താ പറയുക, ആഞ്ഞിലി, പിന്നെ തേക്ക്, ഇതെല്ലാം രജോ ഗുണത്തിലെ മരങ്ങൾ. ഇതിലിന്ന് പഴമൊന്നും കിട്ടില്ല. തമോ ഗുണത്തിലും മരമുണ്ട്, ഒന്നിനും കൊള്ളില്ല, കത്തിക്കാൻ മാത്രമേ കൊള്ളാവൂ, അങ്ങനെയും മരമുണ്ട്. അപ്പോൾ സൃഷ്ടി നോക്കൂ, 3 ഗുണത്തിലും ചെയ്തില്ലേ ഭഗവാൻ? സൃഷ്ടി അങ്ങനെ 3 ഗുണത്തിലും പാട്ടുകളുണ്ട്. രാവിലെ നല്ല യേശുദാസിൻ്റെയൊക്കെ സോങ് കേട്ടാൽ, ക്ലാസിക്കൽ മ്യൂസിക് കേട്ടാൽ നമുക്ക് സമാധാനം ഉണ്ടാവും. രാവിലെ TV തുറന്നു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് രജോ ഗുണത്തിലെ പാട്ടായിരിക്കും. തെറിപ്പാട്ട് അത് തമോ ഗുണത്തിലെ പാട്ടാണ്. ഇങ്ങനെ പാട്ടെടുത്താൽ, ഡാൻസ് എടുത്താൽ എല്ലാം 3 ഗുണത്തിൽ. ആഹാരവും 3 ഗുണത്തിലുണ്ട്. സാത്വിക ഗുണത്തിലെ ആഹാരം എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതെല്ലാം കഴിക്കുന്നത് സാത്വിക ഗുണം. ഇത് കഴിച്ചാൽ ഉറക്കം വരില്ല, നല്ല എനർജറ്റിക്കായിട്ട് ഫ്രഷായിരിക്കുന്നത്, സന്തോഷം ഉണ്ടാവും അത് കഴിക്കുമ്പോൾ. ലഡ്ഡു കഴിച്ചാൽ ആർക്കെങ്കിലും കരച്ചിൽ വരുമോ? വരില്ല. ലഡ്ഡു കഴിച്ചാൽ സന്തോഷമാണ്. ഇപ്പോൾ 2 ലഡ്ഡു ജിലേബിയൊക്കെ തന്നാൽ നമുക്ക് ചിരി ഇങ്ങ് കൂടും. അല്ല, അത് പറഞ്ഞപ്പോൾ തന്നെ പലരും ചിരിച്ചു. കഴിച്ചാൽ എങ്ങനെയായിരിക്കും അവസ്ഥ? ശരിക്കും ആ ഫുഡ് അങ്ങനെയാണ്, അത് സാത്വിക ഗുണത്തിലാണ്. അത് കേട്ടാലേ സന്തോഷം, അത് കഴിച്ചാൽ ഇതിനേക്കാളും സന്തോഷം. രജോ ഗുണത്തിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എരിവും പുളിയും. ഒരു പച്ചമുളക് എടുത്ത് കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ചിരിക്കുമോ ആരെങ്കിലും? ഓട്ടോമാറ്റിക്കാണ് കണ്ണിൽ നിന്ന് വെള്ളം വരും, അല്ലേ? ലഡ്ഡു കഴിച്ചാൽ എങ്ങനെ ചിരിച്ചോ, പച്ചമുളക് കഴിച്ചാൽ എന്തായിരിക്കും? കണ്ണിൽ നിന്ന് വെള്ളം വന്നിരിക്കും, ഉറപ്പാണ്, അല്ലേ? അപ്പോൾ ആ ഫുഡ് നമ്മളെങ്ങനെ മാറ്റി? നമ്മുടെ ഗുണം മാറ്റി. രാവിലെ ജോലിക്ക് പോകണം, കുറച്ച് തൈര് ചോറൊക്കെ വാരി കഴിച്ചിട്ട് പോയാൽ അവിടെ പോയി ജോലി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? ഉറക്കം വരും. പുളിയുള്ള ആഹാരം ഒരുപാട് കഴിച്ചാൽ തമോ ഗുണത്തിലെ ആഹാരമാണ്. കാമക്രോധങ്ങൾ കൂടും, ദേഷ്യം, അല്ലെങ്കിലേ ദേഷ്യം. ഈ ഫുഡും വലിച്ചു വാരി കഴിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഫ്രണ്ടിൽ ഒരാളും വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആഹാരം നിയന്ത്രിക്കണം എന്ന് ഇവിടെ പറയുന്നു, ഭഗവത്ഗീതയ്ക്കകത്ത് പറയുന്നു. അപ്പോൾ എല്ലാം പ്രകൃതി അനുസരിച്ചാണ് ഭഗവാൻ സൃഷ്ടിക്കുക. കർമ്മ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി 3 പ്രവൃത്തിയാണ്. ഒന്ന്, നല്ല പ്രവൃത്തി ചെയ്യാം, അതിൻ്റെ റിസൾട്ട് നല്ലത് കിട്ടും. ഇനിയൊന്ന്, ചീത്ത പ്രവൃത്തി ചെയ്യാം, അതിൻ്റെ റിസൾട്ട് നമുക്ക് ചെയ്തതിന് തിരിച്ച് അതേപോലെ നമുക്ക് കിട്ടും. ഡൗട്ടേ വേണ്ട, അത് കിട്ടില്ല എന്നൊന്നും വിചാരിക്കേണ്ട, അത് എങ്ങനെയായാലും തിരിച്ച് അതേ സാധനം കിട്ടിയിരിക്കും. ഇനി ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഭഗവാനെ സേവിക്കാം. അങ്ങനെ ഈ 5 വിഷയങ്ങളെക്കുറിച്ചാണ് ഭഗവത്ഗീതയ്ക്കകത്ത് പറയുന്നത്. അപ്പോൾ ശങ്കരാചാര്യർ പറയുകയാണ്, ഉപനിഷത്തുണ്ട്, വേദങ്ങളുണ്ട്, പുരാണങ്ങളുണ്ട്, ഇതൊന്നും നമുക്ക് പഠിച്ച് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ശാസ്ത്രം പഠിച്ചാൽ മതി. ഏകം ശാസ്ത്രം ദേവഹീ പുത്രഗീതം, ഏകോ ദേവോ ദേവഹീ പുത്രയേവ, ഏകോ മന്ത്ര തസ്യ നാമാനി യാനി, കർമ്മപ്യേകം തസ്യ ദേവസ്യ സേവ. ഒരേ ദേവനേ ഉള്ളൂ, അത് ദേവഹീ പുത്രൻ കൃഷ്ണൻ എന്ന് പറയുന്നത്. ഒരേ മന്ത്രമേ ഉള്ളൂ, തസ്യ നാമാനി യാനി, കൃഷ്ണനാമം ജപിക്കണം എന്ന് പറയുന്നത്. കർമ്മം ചെയ്താൽ ഭഗവാന് വേണ്ടി ചെയ്യണം എന്ന് പറയുന്നത്. ഇതാരാ പറയുന്നത്? എല്ലാ ശാസ്ത്രവും പഠിച്ച ശങ്കരാചാര്യർ പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ശാസ്ത്രവും പഠിച്ചില്ലെങ്കിലും ഭഗവത്ഗീത മാത്രം പഠിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും സമാധാനം ഉണ്ടാകും. നമ്മുടെ ദേഷ്യം കുറയ്ക്കാൻ പറ്റും. കാരണം ദേഷ്യം കുറയ്ക്കാനുള്ള മാർഗം ഏതിനകത്തുണ്ട്? ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ ദേഷ്യം കുറയില്ല.
ഭഗവത്ഗീതയ്ക്കകത്ത് ആ ടെക്നിക്ക് പറയുന്നുണ്ട്, ദേഷ്യം എങ്ങനെ കുറയ്ക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഭഗവത്ഗീത ക്ലാസ് ഇസ്കോൺ തൃശ്ശൂരിൽ എല്ലാ ഞായറാഴ്ചയും നടക്കുന്നുണ്ട്. ഇസ്കോൺ തൃശ്ശൂരിൽ എല്ലാ ഞായറാഴ്ചയും വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റാണ് നായിക്കനൽ എന്ന് പറയുന്ന സ്ഥലത്തിൽ രാവിലെ 11 തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെ ഉണ്ട്. നാമസങ്കീർത്തനം ഉണ്ടാവും, ഭഗവത്ഗീത പഠനമുണ്ടാവും, പിന്നെ മഹാപ്രസാദം ലഞ്ച് ഉണ്ടാവും. എല്ലാം പായസത്തോടി പ്രസാദവും കഴിക്കാം. അപ്പോൾ വീട്ടിൽ ജോലിയൊന്നും ചെയ്യണ്ട, നേരെ അങ്ങോട്ട് വന്നാൽ മതി. രാവിലെ സന്തോഷമായിട്ട് തിരിച്ചു പോവാം. വരുമ്പോൾ വിഷമിച്ചിട്ട് വന്നിരുന്നാലും തിരിച്ചു പോകുമ്പോൾ എങ്ങനെ പോവാം? ഗ്യാരണ്ടിയാണ്, ചിരിച്ചിട്ട് പോവാം. അപ്പോൾ ആ ഒരു ഫെസിലിറ്റീസ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഭഗവത്ഗീത പഠിക്കണമെങ്കിൽ നേരെ അങ്ങോട്ട് വന്നേച്ചാൽ മതി. ഇനി ഞങ്ങൾക്ക് വരാൻ സമയമില്ല, വരാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഞങ്ങൾക്ക് ഭഗവത്ഗീത പഠിക്കണം എന്ന് തോന്നലുണ്ടെങ്കിൽ അതും പറഞ്ഞാൽ മതി. ഓൺലൈനിൽ ഭഗവത്ഗീത ക്ലാസ് പഠിപ്പിക്കുന്നു. അവിടെയും നമ്മൾ ഭഗവത്ഗീത പഠിച്ചാൽ, ഈ നാമം റെഗുലർലി ജപിച്ചാൽ ഒരാൾക്ക് ഗ്യാരണ്ടിയാണ് അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായിരിക്കും. അവരുടെ ദേഷ്യം കുറഞ്ഞിരിക്കും, അവരുടെ ഹെൽത്ത് നന്നായിരിക്കും, അവർക്ക് ഓരോ കാര്യം ഡിസിഷൻ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും, ആ കൺഫ്യൂഷനൊന്നും ഉണ്ടാകില്ല. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ശ്രീമദ് ഭഗവത്ഗീത. എല്ലാവരും വാങ്ങിച്ചിരിക്കണം, എല്ലാവരും പഠിച്ചിരിക്കണം. പ്രത്യേകിച്ച് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലുള്ള ഭഗവത്ഗീത യഥാരൂപം എന്ന് പറയുന്നത് അതിന് ഒരു തരത്തിലും സ്വന്തം ഇഷ്ടത്തിന് എഴുതിയിട്ടില്ല. ഭഗവാൻ എന്ത് പറഞ്ഞോ അത് അതേപടി ആചാര്യൻ എഴുതിയിരിക്കുകയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആധ്യാത്മിക ബുക്കുകളിൽ പണ്ട് ബൈബിളായിരുന്നു, ഇപ്പം ഭഗവത്ഗീതയാണ്. അതെല്ലാം ക്രോസ് ചെയ്ത് ബൈബിളെല്ലാം നിർന്നു. ഇപ്പോൾ ഭഗവത്ഗീത ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഭഗവത്ഗീത യഥാരൂപം, ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് എന്നുള്ളതാണ്. ഈസി ആയിട്ട് മനസ്സിലാവും. നാലപ്പാട്ട് ബാലാമണിയമ്മ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ആർക്കെങ്കിലും ഭഗവത്ഗീത വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഇതാണ് സനാതനധർമ്മം. ഈ ധർമ്മത്തിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഈ കാര്യം നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാകത്തുള്ളൂ. എങ്ങനെയാണോ തീയിലിരുന്ന് ചൂടിനെ മാറ്റാൻ പറ്റില്ല, വെള്ളത്തിൽ നിന്ന് അതിൻ്റെ രുചിയെ മാറ്റാൻ പറ്റില്ല, അതേപോലെ നമ്മളിലിരുന്ന് ഭഗവാന്റെ സേവനത്തിനെ മാറ്റാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അത് മറന്നു പോയതുകൊണ്ട് ആരൊക്കെയോ സേവിച്ചുകൊണ്ടിരിക്കുന്നു. ഭർത്താവിനെ സേവിക്കുന്നുണ്ട്, മക്കളെ സേവിക്കുന്നുണ്ട്, പിന്നെ ആരെ സേവിക്കുന്നുണ്ട്? കമ്പനിയിൽ പോയാൽ മാനേജറെ സേവിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇതൊന്നുമില്ല. റിട്ടയർഡായ പട്ടിയെ വാങ്ങിച്ച് പട്ടിയും സേവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, പട്ടിയും പൂച്ചയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ റിട്ടയർഡായ ഹരിനാമം ജപിച്ച് സന്തോഷമായിട്ടിരിക്കണം, അതും ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഭഗവത്ഗീത തീർച്ചയായും വാങ്ങിച്ച് എല്ലാവരും പഠിക്കണം എന്നുള്ളത് ഒരു റിക്വസ്റ്റാണ്. ഹരിനാമജപവും ഭഗവത്ഗീതയും ഉണ്ടെങ്കിൽ ജീവിതം സക്സസ്സാണ്, സംശയമേ ഇല്ല. ഭഗവത്ഗീതയുടെ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, എത്ര യോഗേശ്വര കൃഷ്ണ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയ ഭൂതിർ ത്രിവനീതിർമതിർമമ. എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ, എവിടെയാണോ വില്ലാളി വീരനായ അർജുനനുണ്ടോ, അവിടെ എല്ലാ തരത്തിലും ഐശ്വര്യവും വിജയവും നീതിയും ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ എന്ത് തന്നെ വേണം? ഭഗവത്ഗീത വേണം. അതുകൊണ്ട് അത് നിസ്സാരമാക്കി കളയരുത്. അത് പെർഫെക്റ്റ് സയൻസാണ്. നമ്മുടെ എന്താ പറയുക, ആർക്കും ഭൗതിക ലോകത്തിലെ നമുക്ക് വേണ്ടിയിട്ട് പെർഫെക്റ്റായിട്ട് തരാൻ പറ്റാത്ത കാര്യമാണ് അതിനകത്തിരിക്കുന്നത്. അത് പഠിച്ചാൽ നമുക്കതിൻ്റെ ഗുണമുണ്ടാകും. താങ്ക് യു. ഒരു ഹരിനാമ കീർത്തനവും കൂടെ ചെയ്തിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ. श्री कृष्ण गोविंद हरे मुरारे, हे नाद नारायण वासुदेवा. श्री कृष्ण गोविंद हरे मुरारे, हे नाद नारायण वासुदेवा. श्री कृष्ण गोविंद हरे मुरारे, हे नाद नारायण वासुदेवा. श्री कृष्ण गोविंद हरे मुरारे, हे नाद नारायण वासुदेवा. हे नाद नारायण वासुदेवा. हे नाद नारायण वासुदेवा. हे नाद नारायण
वासुदेव नाथ नारायण वासुदेव हे नाथ नारायण वासुदेव हे नाथ नारायण वासुदेव गोविंद जय जय गोपाल जय जय 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 राधा रमण हरि गोविंद जय जय राधा रमण हरि गोविंद जय जय गोविंद जय जय गोपाल जय जय गोविंद जय जय गोपाल जय जय राधा रमण हरि गोविंद जय जय राधा रमण हरि गोविंद जय जय गोविंद बोलो हरि गोपाल बोलो 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 राधा रमण हरि गोविंद 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 बोलो श्री कृष्ण गोविंद हरे मुरारे हे नाथ नारायण वासुदेव श्री कृष्ण गोविंद हरे मुरारे हे नाथ नारायण वासुदेवा हे नाथ नारायण वासुदेवा हे नाथ नारायण वासुदेवा गोविंद जय जय गोपाल जय जय गोविंद जय जय गोपाल जय जय राधा रमण हरि गोविंद 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 जय जय गोविंद बोलो हरि गोपाल बोलो 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 राधा रमण हरि गोविंद 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 बोलो श्री कृष्ण गोविंद हरे मुरारे हे नाथ नारायण वासुदेवा श्री कृष्ण गोविंद हरे मुरारे हे नाथ नारायण वासुदेवा हे नाथ नारायण वासुदेवा हे नाथ नारायण वासुदेवा हरिनाम संकीर्तन की जय हरे कृष्ण महामंत्र की जय। लीला प्रभुपाद की गुरु महाराज की निताय गौर प्रमाण ഹരേ കൃഷ്ണ താങ്ക് യു ഇത്രയും നേരം ക്ഷമയോടിരുന്ന്
ചെറിയ പ്രഭാഷണവും ഹരിനാമവും കേട്ടു. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന അമ്പലത്തിലെ എല്ലാ ഭക്തന്മാർക്കും ഭാരവാഹികൾക്കും ഇസ്കോണിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി. ഹരേ കൃഷ്ണ. താങ്ക് യു. 5 നാൾ പിന്നിടുന്ന ഈ സായം സന്ധ്യയെ കൃഷ്ണവചനങ്ങൾ കൊണ്ട് ഏറ്റവും ഭക്തിസാന്ദ്രമാക്കിയ സ്വാമി വൈകുണ്ഠേശ്വര അവർക്കും അദ്ദേഹത്തിൻ്റെ ടീമിനും ഈ കമ്മിറ്റിക്ക് വേണ്ടി ഭക്തിയുടെ പേരിൽ, സ്നേഹത്തിൻ്റെ പേരിൽ, സന്തോഷത്തിൻ്റെ പേരിൽ, അഭിമാനത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി കൂടുതൽ കൃഷ്ണവചനങ്ങൾ ലോകത്തെമ്പാടും എത്തിക്കുവാൻ ജഗദീശ്വരൻ അവർക്ക് കൂടുതൽ കഴിവുണ്ടാക്കട്ടെ, അതിനുള്ള അനുഗ്രഹം നൽകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ഞങ്ങളുടെ ഒരു എളിയ ഉപഹാരം, ഈ കമ്മിറ്റിയുടെ ഒരു എളിയ ഉപഹാരം സ്വീകരിക്കുവാൻ ഏറ്റവും ബഹുമാന്യ പൂജ്യരായ സ്വാമികളെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒപ്പം തന്നെ ഈ പരിപാടി കഴിഞ്ഞാൽ 1-2 ഡാൻസ് പരിപാടികൾ കൂടിയുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഭക്തജനങ്ങൾ പിരിഞ്ഞു പോകാവൂ. നന്ദി, നമസ്കാരം. ഇതിലല്ലോ നേരെ ബാക്കിലാണ് തന്നെ പോകുന്നറിയില്ല. രാമകൃഷ്ണേട്ടാ ഇങ്ങോട്ട് ഫേസ് ഇങ്ങോട്ട് തരും. സ്വാമി
ഓംകാരം തന്നെ നീ ദുരിതക്കറ മാറ്റിയിടും ദേവസ്വരമല്ലേ നീ ഒന്നെന്നൊരു വേദത്തിൻ ഓംകാരം തന്നെ നീ ദുരിതക്കറ മാറ്റിയിടും ദേവസ്വരമല്ലേ നീ ജന്മങ്ങൾ നെഞ്ചേറ്റും ജ്യോതിപ്പൂവല്ലേ നീ ആത്മാവിൽ ചേക്കേറും മോക്ഷത്തേനല്ലേ നീ തിരുനടയുടെ വാതിൽക്കൽ തിരുവെട്ടം പോലെ ഞാൻ ഹരിരസത ഗീതത്തിൽ ലയമായി തീരുന്നയ്യപ്പ സ്വാമി 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 അഞ്ജന കണ്ണന മുന്നി ഉണ്ണിക്ക് നെറ്റിയിൽ ഗോപിപ്പൂ ഉണ്ണിക്ക് മുടിയിൽ ഇലേപ്പൂ അമ്പാടി തന്നിലോരുണ്ണി അഞ്ജന കണ്ണന മുന്നി ഉണ്ണിക്ക് നെറ്റിയിൽ ഗോപിപ്പൂ ഉണ്ണിക്ക് മുടിയിൽ ഇലേപ്പൂ ഉണ്ണിക്കു തിരുമാറിൽ വനമാല ഉണ്ണിക്ക് തൃക്കൈയിൽ മുളമുരളി ഉണ്ണിക്കു തിരുമാറിൽ വനമാല ഉണ്ണിക്കു തിരുമാറിൽ വനമാല ഉണ്ണിക്കു തൃക്കൈയിൽ മുളമുരളി അരയിൽ കസവുള്ള പീതാംബരം അരമണി കിങ്ങിണി അരഞ്ഞാണം ഉണ്ണീവാ ഉണ്ണാൻ വാ കണ്ണന മുന്നീവാ അമ്പാടി തന്നിലോരുണ്ണി അഞ്ജന കണ്ണന മുന്നി ഉണ്ണിക്കു കണങ്കാലിൽ പാദസരം ഉണ്ണിക്കു പൂമയിൽ ഹരിചന്ദനം ഉണ്ണിക്കു കണങ്കാലിൽ പാദസരം ഉണ്ണിക്കു പൂമയിൽ ഹരിചന്ദനം വിരലിൽ പത്തിയിലും പൊന്മോതിരം തരിവള മണിവാള വൈഡൂര്യം ഉണ്ണി വാ ഉണ്ണാൻ വാ കണ്ണന മുണ്ണി വാ അമ്പാടി തന്നിലോരുണ്ണി അഞ്ജന കണ്ണന മുന്നി ഉണ്ണിക്ക് നെറ്റിയിൽ ഗോപിപ്പൂ ഉണ്ണിക്ക് മുടിയിൽ പീലിപ്പൂ ഉണ്ണിക്കു കളിക്കാൻ വൃന്ദാവനം ഉണ്ണിക്കു കുളിക്കാൻ യമുനാജലം ഉണ്ണിക്കു കളിക്കാൻ വൃന്ദാവനം ഉണ്ണിക്കു കുളിക്കാൻ യമുനാജലം ഒളികൾ പൂച്ചാർത്താൻ സഖിരാധ യദുകുലരാധേ നീ പ്രിയരാധ ഉണ്ണീവാ ഉണർത്താൻ വാ
കണ്ണനമുണ്ണീവ അമ്പാടി തന്നിലോരുണ്ണി അഞ്ജന കണ്ണനമുണ്ണി ഉണ്ണിക്ക് നെറ്റിയിൽ ഗോപിപ്പൂ ഉണ്ണിക്ക് മുടിയിൽ പീലി